Good morning students, welcome back. നമ്മൾ പറഞ്ഞു നിർത്തിയ ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. എല്ലാ റവല്യൂഷനുകൾക്കും വാറുകൾക്കും അതിൻ്റേതായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് റിസൾട്ടൊക്കെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഫ്രഞ്ച് റവല്യൂഷൻ കൊണ്ടുവന്ന ഇമ്പാക്റ്റുകളിൽ പലതും ഒരുപക്ഷെ ഫ്രാൻസിനെ അല്ല ബാധിച്ചത്, ഇംഗ്ലണ്ടിലാണ് അത് വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുള്ള ഇമ്പാക്റ്റുകളായിട്ട് മാറിയിട്ടുള്ളത്. ഒരുപാട് ഫീൽഡിൽ ഇപ്പോൾ എണ്ണി പറയുകയാണെങ്കിൽ ലിറ്ററേച്ചർ, അതുപോലെ തന്നെ ഫിനാൻസ് അല്ലെങ്കിൽ ഇക്കണോമി, അതുപോലെ തന്നെ അവരുടെ ഭരണ സംവിധാനത്തിൽ പോലും പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾക്ക് കാരണമായ അല്ലെങ്കിൽ പുതിയൊരു പുനർവിചിന്തനത്തിന് കാരണമായിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആയിട്ടാണ് ഫ്രഞ്ച് റവല്യൂഷൻ അവർ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് റവല്യൂഷൻ ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിലാണ് ഫ്രഞ്ച് റവല്യൂഷന് ശേഷം ഫ്രഞ്ച് റവല്യൂഷന് മുൻപ് എന്നുള്ള രണ്ട് കാലഘട്ടമായിട്ട് ശരിക്കും അടയാളപ്പെടുത്തുന്നു. ഒരുപക്ഷെ ഫ്രാൻസിൽ വലിയൊരു മാറ്റങ്ങൾക്കൊന്നും ഇത് കാരണമായി തീർന്നിട്ടില്ല. കാരണം ഫ്രാൻസിൽ നിലനിന്നിരുന്ന രാജഭരണം തന്നെയാണ് പിന്നീട് 1815 ശേഷം പിന്തുടർച്ചയായിട്ട് വരുന്നു. 1815 അതിനു മുൻപും രാജാവ് ഉണ്ടായിരുന്നു, നെപ്പോളിയൻ ചക്രവർത്തി ഉണ്ടായിരുന്നു. പക്ഷേ ഇംഗ്ലണ്ടിൽ നിലനിന്നിരുന്ന ഭരണ സംവിധാനത്തിലേക്ക് തന്നെ ഫ്രാൻസ് തിരിച്ചു പോകുന്ന ഒരവസ്ഥ ആദ്യമായിട്ട് സംഭവിക്കുന്നത് 1815 ശേഷമാണ്. അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് റവല്യൂഷൻ വലിയൊരു ഇമ്പാക്റ്റ് ഫ്രാൻസിന് ക്രിയേറ്റ് ചെയ്തില്ല. പക്ഷേ ആ റെവല്യൂഷൻ മുന്നോട്ട് വെച്ച പല ആശയങ്ങളും പലതരത്തിലുള്ള ചിന്തകളും വലിയ മാറ്റങ്ങൾക്ക് ഇംഗ്ലണ്ടിൽ കാരണമായി എന്നുള്ളതാണ് നമ്മളിനി ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇമ്പാക്റ്റ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ ഞാൻ ആവർത്തിക്കുകയാണ് വീണ്ടും. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫ്രാൻസിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റിനെ കുറിച്ചിട്ടല്ല. ചർച്ച പൂർണ്ണമായിട്ടും ഫ്രഞ്ച് റവല്യൂഷൻ ഇംഗ്ലണ്ടിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇനി പറയുന്നതെല്ലാം ഇംഗ്ലണ്ടിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ കാണാനായിട്ട് പോകുന്നത്. The French Revolution had a great impact on England. It profoundly influenced English poets and thinkers. The Declaration of the Rights, Man and the watchword of the revolutionaries, liberty, equality and fraternity, intoxicated the English. അപ്പോൾ ഇംഗ്ലണ്ടിലെ ജനങ്ങളെ വളരെ, പ്രത്യേകിച്ച് റൈറ്റേഴ്സിനെ, തിങ്കേഴ്സിനെ, ഇവരെയൊക്കെ വല്ലാതെ ആകർഷിച്ച 3 കാര്യങ്ങളാണ് ഈ പറയുന്ന ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി തുടങ്ങിയിട്ടുള്ള ഇവരുടെ 3 ആശയങ്ങളെന്ന് പറയും. 3 വളരെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് കാരണമായി തീർന്ന ചില സ്ലോഗനായിട്ടാണ് ചരിത്രം ഇന്നും വിലയിരുത്തുന്നത്. അപ്പോൾ അത് ഇംഗ്ലണ്ടിലെ ഒരുപാട് റൈറ്റേഴ്സിനെ സ്വാധീനിച്ചിട്ടുണ്ട്, അവരുടെ റൈറ്റിങ്സിനെ സ്വാധീനിച്ചിട്ടുണ്ട്. When other nations viewed the revolution with apprehensions, the English had only sympathy for the revolutionaries. Poets like Wordsworth, Coleridge, Southey, Blake and Shelley were deeply influenced by it. തുടക്കത്തിലൊക്കെ ഫ്രഞ്ച് റവല്യൂഷൻ ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഈ പറയുന്ന ഡൗൺ ട്രോഡൻ ആയിട്ടുള്ള മാസസ്, താഴേക്കിടയിൽ കിടക്കുന്ന സാധാരണ ജനങ്ങൾ, ഇവരുടെ ഈ പ്രശ്നങ്ങൾക്കെതിരെയുള്ളവരുടെ പോരാട്ടമാണ് ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് മനസ്സിലാക്കിയ ഇംഗ്ലീഷ് റൈറ്റേഴ്സ് ആയിട്ടുള്ള വേർഡ്സ്വർത്തിനെ എല്ലാവർക്കും അറിയായിരിക്കും. അതുപോലെ തന്നെ സാമുവൽ ടൈലർ കോൾറിഡ്ജിനും എല്ലാവരും അറിയും. രണ്ടുപേരും ഇംഗ്ലീഷ് ചരിത്രത്തിൽ, പ്രത്യേകിച്ച് ലിറ്റററി ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട 2 വ്യക്തിത്വങ്ങളാണ്. ലിറിക്കൽ ബെല്ലറ്റ്സ് 1798 അവരിറക്കിയ പുസ്തകം ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് റൊമാൻറ്റിക് പോയിട്രി എന്ന് പറയുന്ന പുതിയൊരു വിഭാഗത്തിൻ്റെ തുടക്കത്തിന് കാരണമായി. രണ്ടുപേരുടെയും കമ്പൈനായിട്ടുള്ള പുസ്തകമാണ്. പക്ഷേ ഹൂ ഈസ് ദ ഇൻവെൻറ്റർ ഓർ ഫാദർ ഓഫ് റൊമാൻറ്റിസിസം
ഇൻ ഇംഗ്ലീഷ് എന്ന് ചോദിച്ചാൽ വില്യം വേർഡ്സ്വർത്തിൻ്റെ പേരാണ് പറയും. അപ്പം അത്തരത്തിലൊരു പുതിയ മാറ്റത്തിന് കാരണമായിട്ടുള്ള ആളുകളെ ചിന്തകളെ പോലും സ്വാധീനിക്കത്തക്ക രീതിയിൽ ഫ്രഞ്ച് റവല്യൂഷൻ ഒരു ഇമ്പാക്റ്റ് ഇംഗ്ലണ്ടിൽ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ആ ഇമ്പാക്റ്റ് അവരിലേക്ക് എത്തിയത്? അല്ലെങ്കിൽ ഈ പറയുന്ന ഷെല്ലി ആയാലും ബ്ലേക്ക് ആയാലും ഇവരുടെയൊക്കെ റൈറ്റപ്സിനെ എങ്ങനെയാണ് ഫ്രഞ്ച് റവല്യൂഷൻ സ്വാധീനിച്ചത് എന്നുള്ളതാണ്. ആദ്യം അവർക്കൊരു സിമ്പതി ആയിരുന്നു. പാവപ്പെട്ട അവഗണിക്കപ്പെടുന്ന ജനതയോടുള്ള അവരുടെ ഒരു സിമ്പത്തറ്റിക് വേ ഓഫ് എക്സ്പ്രഷൻ, അതാണ് അവരവരുടെ റൈറ്റിങ്സിലൂടെ തെളിയിക്കാനായിട്ട് ശ്രമിച്ചത്. ഇനി പിന്നീട് അതിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കാലത്തിനനുസരിച്ചും സമരത്തിൻ്റെ രീതി മാറുന്നതിനനുസരിച്ചും അവരുടെ ചിന്തകളിലും അവരുടെ റൈറ്റിങ്സിലും മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതെന്നുള്ളതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഇറ്റ് ഈസ് പോസിബിൾ ടു ഡിസ്റ്റിങ്വിഷ് 3 phases of the French Revolution, each of which affected English Romanticism. ഞാൻ പറഞ്ഞു ഇവരൊക്കെ റൊമാൻറ്റിക് പോയിറ്റ്സ് ആണ്. വേർഡ്സ്വർത്ത് ആയാലും ടൈലർ കോൾറിഡ്ജ് ആയാലും സൗത്തി ആയാലും ബ്ലേക്ക് ആയാലും ഷെല്ലി ആയാലും എല്ലാവരും റൊമാൻറ്റിക് പീരീഡിൽ കടന്നു വരുന്ന വ്യക്തിത്വങ്ങളാണ്. അതുകൊണ്ട് തന്നെ റൊമാൻറ്റിക് പീരീഡിൽ തന്നെ ഈ ഫ്രഞ്ച് റവല്യൂഷൻ 3 ഫേസസ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ആ 3 ഫേസസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ 3 ഫേസ് ആയിട്ട് തന്നെ പഠിക്കണം. ഫസ്റ്റ് ഫേസ് ദ ഡോക്ട്രിൻ ഫേസ്. ഡോക്ട്രിൻ എന്താ? പ്രമാണങ്ങളാണ്. പ്രമാണങ്ങൾ മീൻസ് നിർബന്ധമായിട്ടും അനുഷ്ഠിക്കേണ്ട ചെയ്തിരിക്കേണ്ട കാര്യങ്ങളെയാണ് പ്രമാണങ്ങളെന്ന് പറയും. അപ്പോൾ ആ ഒരു ഡോക്ട്രിൻ പീരീഡ് ഉണ്ട്, ആ ഒരു ഫേസ് ഉണ്ട്. അതാണ് നമ്മളുടെ റൂസോയും വോൾട്ടയറും കൂടി ചെയ്തിട്ടുള്ളത്. അവരാണ് ഈ പ്രമാണങ്ങൾ അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തത്. അല്ലെങ്കിൽ അവരെന്താണ് നേടിയെടുക്കേണ്ടതെന്നുള്ള ബോധ്യം ഫ്രഞ്ച് ജനതയ്ക്ക് പകർന്നു കൊടുത്ത റൈറ്റേഴ്സാണ് വോൾട്ടയർ, റൂസോ തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ. അപ്പോൾ ആദ്യത്തെ ഫേസ് ഡോക്ട്രിനൽ ഫേസാണ്. അത് ഇംഗ്ലണ്ടിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ ഘട്ടമായിട്ട് പറയാണ്. ഡോക്ട്രിൻ ഫേസ് ദ ഏജ് ഓഫ് റൂസോ. റൂസോയുടെ കാലഘട്ടത്തിനെയാണ് ഡോക്ട്രിനൽ ഏജ് അല്ലെങ്കിൽ ഡോക്ട്രിനൽ ഫേസ് എന്ന് അറിയപ്പെടുന്നു. രണ്ടാമത്തെ ഘട്ടമുണ്ട് ദ പൊളിറ്റിക്കൽ ഫേസ് ദ ഏജ് ഓഫ് റോബസ്പിയർ ആൻഡ് ഡാൻട്ടൺ. ഡാൻട്ടണും റോബസ്പിയറും ഒക്കെ കടന്നു വരുന്ന അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ട് വലിയൊരു മൂവ്മെൻ്റായിട്ട് ഫ്രഞ്ച് റവല്യൂഷൻ മാറുന്ന കാലഘട്ടം. റൂസോയും വോൾട്ടയറൊന്നും ആയുധമെടുക്കാൻ പറഞ്ഞിട്ടില്ല. ഇതാണ് നമ്മൾ നേടിയെടുക്കേണ്ടതെന്നുള്ള ഒരു ചില സിദ്ധാന്തങ്ങൾ അവരുടെ മുൻപിലേക്ക് വെച്ചു കൊടുത്തു, ചില ആശയങ്ങൾ അവരുടെ മുൻപിലേക്ക് ഇട്ട് കൊടുത്തു. പക്ഷേ റോബസ്പിയറും ഡാൻട്ടണൊക്കെ വന്നതോടുകൂടി അത് കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ ആവശ്യമായിട്ട് മാറുകയും അതൊരു റെവല്യൂഷനിലേക്ക് വഴിമാറുകയും ചെയ്യുകയാണ്. ഇനി ഒരു മൂന്നാമത്തെ ഫേസ് ഉണ്ട് ഇതിന്. നെപ്പോളിയൻ്റെ ഒരു കാലഘട്ടമുണ്ട്. നെപ്പോളിയൻ ശക്തമായിട്ട് സമരം ചെയ്ത് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളോട് യുദ്ധം ചെയ്ത് തീർച്ചയായിട്ടും അവരെയൊക്കെ പരാജയപ്പെടുത്തി ഒരു എംപറർ, ചക്രവർത്തി എന്ന പദവിയിലേക്ക് എത്തിയ ആളാണ്. ഒരു പക്ഷേ ലോകം മുഴുവൻ കീഴടക്കിയെന്നാണ് നെപ്പോളിയനെ കുറിച്ചൊക്കെ പലപ്പോഴും പറയാറ്. അപ്പോൾ ആ ഒരു കാലഘട്ടമാണ് തേർഡ് ഫേസ് ദ മിലിറ്ററി ഫേസ് ദ ഏജ് ഓഫ് നെപ്പോളിയൻ. അപ്പോൾ ഫ്രഞ്ച് റവല്യൂഷനെ 3ആയിട്ട് തിരിക്കുകയാണ്. ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ റൂസോ, വോൾട്ടയർ തുടങ്ങിയിട്ടുള്ള ആൾക്കാരുടെ ഡോക്ട്രിനൽ ഫേസും, രണ്ടാമത്തെ കാലഘട്ടം റോബസ്പിയർ, ഡാൻട്ടൺ തുടങ്ങിയവർ ഉൾപ്പെടുന്ന പൊളിറ്റിക്കൽ ഫേസും, മൂന്നാമത്തേത് മിലിറ്ററി ഫേസ് ആയിട്ടുള്ള നെപ്പോളിയൻ്റെ കാലഘട്ടത്തെയുമാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇനി ഓരോ ഫേസുകളും എങ്ങനെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്, ആദ്യത്തെ പോയിൻ്റ് ലിറ്ററേച്ചറാണ്. അതുകൊണ്ട് ആദ്യത്തെ ലിറ്ററേച്ചറിൽ വന്ന മാറ്റം എങ്ങനെയാണ്, ആ ഇമ്പാക്റ്റ് എത്രത്തോളമാണെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. റൂസോസ് സെൻറ്റിമെൻ്റൽ ഇൻഫ്ലുവൻസ് touched Blake, Wordsworth and Coleridge. His intellectual influence, Godwin and through Godwin, Shelley. The French philosopher, with his call to return to nature, directly influenced the English Romanticism. ഒന്നാമത്തെ ഇമ്പാക്റ്റാണ്. എന്താണ് ഇവിടെ ഒന്നാമത്തെ ഇമ്പാക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്? റിട്ടേൺ ടു നേച്ചർ, പ്രകൃതിയിലേക്ക് മടങ്ങുക. അന്ന് വരെ നിയോ ക്ലാസിക്കൽ പീരീഡാണ് നിലനിന്നിരുന്നത്. ക്ലാസിക്കൽ വർക്കുകളുടെ
ഒരു ആവർത്തനം അല്ലെങ്കിൽ അതിൽ നിന്നും വിഭിന്നമായിട്ട് ചിന്തിക്കാൻ തയ്യാറാകാത്ത ഒരു ലിറ്റററി കാലഘട്ടം. എസ്തെറ്റിക് സെൻസ്, റൊമാൻറ്റിസിസം, കാൽപ്പനികത, ബ്യൂട്ടി ഓഫ് ദ നേച്ചർ, ഇതിനൊന്നും അംഗീകരിക്കാൻ തയ്യാറാകാത്ത ഒരു നിയോ ക്ലാസിക്കൽ പീരീഡ്. ആ പീരീഡിന് എൻഡാണ് 1800-കൾ അല്ലെങ്കിൽ 1798-ൽ ലിറിക്കൽ ബെല്ലഡ്സ് വരുന്നതോട് കൂടിയിട്ടാണ് ആ ഏജ് കട്ടാവുന്നതും പുതിയൊരു ഏജ് റൊമാൻറ്റിക് പീരീഡ് ആരംഭിക്കുന്നു. സോ റിട്ടേൺ ടു നേച്ചർ എന്നുള്ള ഇവരുടെ ഒരു ആശയമാണ് ഒന്നാമത്തെ ഇമ്പാക്റ്റ്. പുതിയൊരു ലിറ്റററി ഇറ, യുഗം ആരംഭിക്കാനായിട്ട് ഇത് കാരണമായി തീർന്നു. അപ്പോൾ ഫസ്റ്റത്തെ പോയിന്റ്, റിട്ടേൺ ടു നേച്ചർ എന്നുള്ള ഇവരുടെ സ്ലോഗൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സിനെ വല്ലാതെ ആകർഷിച്ചു എന്നുള്ളതാണ്. ബട്ട് ദ ബ്ലഡ് ആൻഡ് ഫയർ ഓഫ് ദി സെക്കൻഡ് ഫേസ് ഓഫ് ദി റെവല്യൂഷൻ കോസ്റ്റ് ഡിസപ്പോയിൻമെൻറ്റ് ആൻഡ് ഈവൻ റിയാക്ഷണറി ആറ്റിറ്റ്യൂഡ്. തുടക്കത്തിലൊക്കെ ഇവരുടെ ആശയം നല്ലതാണെന്നുള്ള തിരിച്ചറിവിൽ ഒരുപാട് ഇംഗ്ലീഷ് റൈറ്റേഴ്സ് ഫ്രഞ്ച് റവല്യൂഷനെ വല്ലാതെ സപ്പോർട്ട് ചെയ്തു. പക്ഷെ രാജാവിനെയും രാജ്ഞിയെയും നോബിൾസിനെയും ഒക്കെ കൊന്നൊടുക്കുന്ന ഇവരുടെ വളരെ ബ്ലഡായിട്ടുള്ള അല്ലെങ്കിൽ ബ്ലഡ് ഷെഡ് എന്ന് വിളിക്കാവുന്ന ഒരു സമര രീതി കണ്ടപ്പോൾ പല ഇംഗ്ലീഷ് റൈറ്റേഴ്സും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് പിന്മാറാനായിട്ട് തുടങ്ങി. കാരണം ഇവർ വയലൻസാണ് അഴിച്ചുവിടുന്നത്. അതിന് സപ്പോർട്ട് ചെയ്യാൻ ഈ റൈറ്റേഴ്സ് പലരും തയ്യാറായില്ല. പക്ഷെ അവരുടെ ആദ്യത്തെ കോൺസെപ്റ്റ് റിട്ടേൺ ടു നേച്ചർ എന്നുള്ള കോൺസെപ്റ്റ് വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു. അതിലൂടെയാണ് ആദ്യമായിട്ട് ഇംഗ്ലണ്ടിൻ്റെ ഹിസ്റ്റോറിക്കൽ ലിറ്റററി കരിയറിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇറ്റ് മെയ്ഡ് ദ ഇംഗ്ലീഷ് മെൻ ഓഫ് ലെറ്റേഴ്സ് denounce the revolution. However, poets like Wordsworth and Coleridge wrote their works when they were filled with the revolutionary enthusiasm. The last phase of the revolution, dominated by the Napoleon, inspired poets like Burne. ലോർഡ് ബേണൊക്കെ ഒരുപാട് സ്വാധീനിച്ച വ്യക്തിയാണ് ഈ പറയുന്ന നെപ്പോളിയൻ. അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്, അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സ്കില്ലൊക്കെ ലോർഡ് ബേണെ വല്ലാതെ ഒരു ഇംപാക്ച്വേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഫാസിനേറ്റഡ് ആക്കി മാറ്റിയിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ലോർഡ് ബേൺ അദ്ദേഹത്തിൻ്റെ കൃതികൾക്ക് രൂപം കൊടുത്തിട്ടുള്ളത്. പക്ഷേ കോൾറിഡ്ജും അതുപോലെ തന്നെ നമ്മളുടെ വില്യം വേർഡ്സ്വർത്തും രണ്ടുപേരും ആദ്യത്തിലൊരു സിമ്പതി ക്രിയേറ്റ് ചെയ്തിരുന്നെങ്കിലും റെവല്യൂഷൻ വല്ലാതെ മോശമാവാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാനും അതിനെ തിരസ്കരിക്കാനും ഒക്കെ തയ്യാറായിട്ടുള്ള ആൾക്കാരാണ്. ഇനി മറ്റു ചില ആൾക്കാർ എന്തൊക്കെയാണ് ഫ്രഞ്ച് റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് റൈറ്റേഴ്സ് എഴുതിയിട്ടുള്ളതെന്നാണ്. ഫ്രഞ്ച് ഇവൻറ്റ്സ് കോസ്ഡ് directly or indirectly in the writings of many English works. Burke means എഡ്മണ്ട് ബർക്കിനെയാണ് പറയുന്നത്. Burke's famous work Reflection on the Revolution in France 1790. ഓർത്തു വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുസ്തകം. ഫ്രഞ്ച് റെവല്യൂഷനെ ഇത്രമേൽ വിമർശിച്ച, നല്ലതല്ല പറഞ്ഞത്, മോശപ്പെടുത്തി പറഞ്ഞ ഒരു റൈറ്റർ വേറെ ഇല്ല. അത് എഡ്മണ്ട് ബർക്ക് മാത്രമാണ്. 1790 അദ്ദേഹം എഴുതിയ പുസ്തകത്തിൻ്റെ പേരാണ് റിഫ്ലക്ഷൻസ് ഓൺ ദി റെവല്യൂഷൻ ഇൻ ഫ്രാൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുസ്തകം, ഓർത്തു വയ്ക്കുക. വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാണ്, 1790 റിഫ്ലക്ഷൻസ് ഓൺ ദി റെവല്യൂഷൻ ഇൻ ഫ്രാൻസ്. എന്താ എഴുതിയിരിക്കുന്നതെന്ന് നോക്കാം. വാസ് റിട്ടൺ ഇൻ കണ്ടാമിനേഷൻ ഓഫ് ദി റെവല്യൂഷൻ. റെവല്യൂഷനെ വിമർശിച്ചുകൊണ്ട് പുസ്തകം എഴുതി. അപ്പോൾ റെവല്യൂഷനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് തോമസ് പെയിൻ. അദ്ദേഹത്തെക്കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞിട്ടില്ല, നമ്മൾ അദ്ദേഹത്തെക്കുറിച്ചും കൂടി പറയും. കാരണം തോമസ് പെയിൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഒഴിച്ചു നിർത്താൻ കഴിയാത്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ തോമസ് പെയിനിലേക്ക് നമ്മൾ വരാൻ പോകുന്നേ ഉള്ളൂ. എനിഹൗ, എഡ്മണ്ട് ബർക്ക് ഇത്രയും മോശമായിട്ട് ഫ്രഞ്ച് റെവല്യൂഷനെ ചിത്രീകരിച്ചപ്പോൾ
അതിനെ എതിർത്ത് സംസാരിച്ച വ്യക്തിയാണ് തോമസ് പെയിൻ. തോമസ് പെയിൻ്റെ പുസ്തകം വരുന്നുണ്ട്. ആസ് എ ഗുഡ് റിപ്ലൈ ടു ദിസ് വാസ് റിട്ടൺ ദ റൈറ്റ്സ് ഓഫ് മാൻ. റൈറ്റ്സ് മീൻസ് അവകാശം. ഫ്രഞ്ച് റവല്യൂഷൻ മാനവികതയുടെ അല്ലെങ്കിൽ ഫ്രഞ്ച് പീപ്പിളിൻ്റെ അവകാശമായിരുന്നു എന്ന് വാദിച്ചുകൊണ്ട് തോമസ് പെയിൻ പുസ്തകം എഴുതി ദ റൈറ്റ്സ് ഓഫ് ദി മാൻ ഇൻ 1791. 1790 എഡ്മണ്ട് ബർക്കിൻ്റെ പുസ്തകം പുറത്തിറങ്ങുന്നു ഫ്രഞ്ച് റവല്യൂഷനെ വിമർശിച്ചുകൊണ്ട്. 91 തോമസ് പെയിൻ്റെ മറുപടി വരുന്നു ദ റൈറ്റ്സ് ഓഫ് ദി മാൻ. അത് പൂർണ്ണമായിട്ടും ഫ്രഞ്ച് റവല്യൂഷനെ ന്യായീകരിച്ചുകൊണ്ടുള്ള പുസ്തകമായിരുന്നു. Among the English poets, Blake was the first to sing about the French Revolution in 1791. അപ്പോൾ ബ്ലേക്ക് അദ്ദേഹത്തിൻ്റെ പോയിറ്റ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ ആദ്യമായിട്ട് ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ച് പാടാനായിട്ട് അല്ലെങ്കിൽ ഒരു കവിത എഴുതാനായിട്ട് തയ്യാറായി. അപ്പോൾ ബ്ലേക്കും ഫ്രഞ്ച് റവല്യൂഷനെ ന്യായീകരിച്ചുകൊണ്ട് പുസ്തകം എഴുതിയതാണ്. അപ്പോൾ ലിറ്റററിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്, ഇമ്പാക്റ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേർഡ്സ്വർത്ത് വാസ് ഓവർജോയ്ഡ് അറ്റ് ദി ഔട്ട്ബ്രേക്ക് ഓഫ് ദി റെവല്യൂഷൻ, ബട്ട് ഹി ടേൺഡ് അഗെയിൻസ്റ്റ് ഇറ്റ് വെൻ ഇറ്റ് വെൻറ്റ് വൈൽഡ്. നമ്മൾ പറഞ്ഞ വില്യം വേർഡ്സ്വർത്ത്, അദ്ദേഹം തുടക്കത്തിൽ വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്നു ഫ്രഞ്ച് റെവല്യൂഷന്. കാരണം അതൊരു ജനങ്ങളുടെ ആവശ്യമാണെന്നുള്ള അദ്ദേഹത്തിൻ്റെ തിരിച്ചറിവിൽ അദ്ദേഹം ആദ്യം ഇതിനെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ റെവല്യൂഷൻ പിന്നെയും മോശമാവാൻ തുടങ്ങിയപ്പോൾ, വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ബ്ലഡ് ഷെഡുകളൊക്കെ സംഭവിക്കാൻ തുടങ്ങിയപ്പോൾ വില്യം വേർഡ്സ്വർത്ത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാറ്റാനായിട്ട് തയ്യാറായി. അദ്ദേഹം പിന്നീട് ഇതിനെ സപ്പോർട്ട് ചെയ്തില്ല. ഫ്രഞ്ച് റെവല്യൂഷനുള്ള സപ്പോർട്ട് അദ്ദേഹം നിരുപാധികം പിൻവലിച്ചു. ഇനി മറ്റൊരു റൈറ്റർ, കോൾറിഡ്ജ് ഓൾസോ എക്സ്പ്രസ്ഡ് ഹിസ് ഡിസൊല്യൂഷൻമെൻറ്റ് വെൻ റെവല്യൂഷൻ ടേൺ ടു ബി ടു ബ്ലഡി. കോൾറിഡ്ജും തുടക്കത്തിൽ സപ്പോർട്ട് ചെയ്തു. പക്ഷേ സമരം മോശമാവാൻ തുടങ്ങിയപ്പോൾ, അവരുടെ രീതികൾ മോശമാവാൻ തുടങ്ങിയപ്പോൾ കോൾറിഡ്ജും ഇതിനുള്ള ഒരു മൃദു സമീപനം പിൻവലിക്കാനായിട്ട് കോൾറിഡ്ജ് തയ്യാറായി. ദെൻ ഗോഡ്വിൻ വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി ഐഡിയാസ് ആൻഡ് ഐഡിയൽസ് ഓഫ് ദി റെവല്യൂഷൻ വെൻ ഹി റോട്ട് ഹിസ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് ഇൻ 1793. ഗോഡ്വിൻ്റെ പുസ്തകം ഫ്രഞ്ച് റവല്യൂഷൻ്റെ മുദ്രാവാക്യം ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രണ്ടേണിറ്റി, ഈ 3 ആശയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അതിലാകൃഷ്ടനായിട്ട് ഗോഡ്വിൻ എഴുതിയ പുസ്തകമാണ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. 1793 ഇയർ ഓർത്ത് വയ്ക്കുക. നിങ്ങൾക്ക് വൺ വേർഡുകളായിട്ട് ചില സമയങ്ങളിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകങ്ങളുടെ പേരും റൈറ്റേഴ്സിൻ്റെ പേരും ഇയറും ഓർത്ത് വയ്ക്കാൻ പറയുന്നത്. ഏതാണ് മാച്ച് ചെയ്യിക്കുക എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ റൈറ്റർ ഒരു സൈഡ് തരും, തൊട്ടപ്പുറത്ത് വർഷം തരും. ചിലപ്പോൾ വർഷം തരും, പുസ്തകത്തിൻ്റെ പേര് തരും. അപ്പോൾ ഏത് സാധ്യതയും തള്ളിക്കളയാനായിട്ട് പറ്റില്ല. അപ്പോൾ ഗോഡ്വിൻ്റെ പുസ്തകം പൊളിറ്റിക്കൽ ജസ്റ്റിസ്, ആദ്യം അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം പുസ്തകം എഴുതിയത്. തോമസ് കാർലെ wrote his monumental History of the French Revolution in 1837, and Dickens based his A Tale of Two Cities, London and Paris, of the revolutionary period on the history of Carlyle. 2 പുസ്തകങ്ങളാണ്. ഒന്ന് ഹിസ്റ്ററി ഓഫ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ 1837 തോമസ് കാർലെ എഴുതുന്നു. അതിനുശേഷം ഡിക്കൻസ് ഒരു പുസ്തകം എഴുതുന്നു. അതിൻ്റെ പേരാണ് എ ടെയിൽ ഓഫ് ടു സിറ്റീസ്, ലണ്ടൻ ആൻഡ് പാരീസ്. ലണ്ടൻ ഏതാ? ഇംഗ്ലണ്ടിൻ്റെ ക്യാപിറ്റൽ സിറ്റി. പാരീസോ? ഫ്രാൻസിൻ്റെ ക്യാപിറ്റൽ സിറ്റി. അപ്പോൾ 2 സിറ്റികളിൽ വന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഫ്രഞ്ച് റവല്യൂഷനെ ബേസ് ചെയ്തിട്ട് ഡിക്കൻസ് ഒരു നോവൽ എഴുതാണ്, എ ടെയിൽ ഓഫ് ടു സിറ്റീസ്. വളരെ പ്രശസ്തമായിട്ടുള്ള പുസ്തകം. അപ്പോൾ ഇത്തരം പുസ്തകങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടാനായിട്ട് ഫ്രഞ്ച് റവല്യൂഷൻ കാരണമായി. പുസ്തകങ്ങളും റൈറ്റപ്സും ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അഡ്വാൻറ്റേജ് ലിറ്ററേച്ചറിനുള്ളതാണ്. അപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഫ്ലറിഷ് ചെയ്യാനായിട്ട് ഫ്രഞ്ച് റവല്യൂഷൻ കാരണമായി. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോയിൻറ്റ്. റിട്ടേൺ ടു നേച്ചർ എന്നുള്ള അവരുടെ കോൺസെപ്റ്റും
ദെൻ ഫ്രഞ്ച് റവല്യൂഷൻ ക്രിയേറ്റ് ചെയ്തെടുത്ത സിമ്പതിയിലൂടെ വന്ന പുസ്തകങ്ങളും. ആകെ എഡ്മണ്ട് ബർക്ക് മാത്രമാണ് ഫ്രഞ്ച് റവല്യൂഷനെ തിരസ്കരിച്ചുകൊണ്ട് പുസ്തകം എഴുതിയത്. റിഫ്ലക്ഷൻസ് ഓൺ ദി റവല്യൂഷൻ ഇൻ ഫ്രാൻസ് എന്നുള്ള പുസ്തകം 1790 അദ്ദേഹം എഴുതി. ബാക്കി എല്ലാവരും, തോമസ് പെയിൻ ആയാലും ഗോഡ്വിൻ ആയാലും കോൾറിഡ്ജ് ആയാലും അതുപോലെ തന്നെ വേർഡ്സ്വർത്ത് ആയാലും എല്ലാവരും തുടക്കത്തിൽ സമരത്തെ ന്യായീകരിച്ചിരുന്നവരാണ്, അല്ലെങ്കിൽ അത് ശരിയെന്ന് വാദിച്ചിരുന്നവരാണ്. പിന്നീട് ഓട്ടോമാറ്റിക്കലി അവർക്ക് അതിൽ നിന്നും പിന്മാറേണ്ടതായിട്ട് വന്നു. കാരണം റവല്യൂഷൻ വളരെ വയലൻ്റ് ആവാനായിട്ട് തുടങ്ങി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് രണ്ടാമത്തെ പോയിൻ്റാണ്. രണ്ടാമത്തെ സെക്കൻഡ് ഇമ്പാക്റ്റ് എന്തെന്നുള്ളതാണ് നമ്മളിനി കാണാനായിട്ട് പോകുന്നത്. ദ ഫ്രഞ്ച് ഇവൻറ്റ്സ് കോസ്റ്റ് directly or indirectly the writings of many English works. Thus there is no other events that influenced English intelligentsia so much. The English radicals overjoyed and they organized revolutionary societies on the French model. ഇംഗ്ലണ്ടിലെ ചില റവല്യൂഷണറി സൊസൈറ്റികൾ, ടീമുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടാനായിട്ട് തുടങ്ങി. ഫ്രാൻസിൽ അങ്ങനെയായിരുന്നു. ഫ്രാൻസിൽ എതിർക്കുന്നവരുടെ ഒരു സംഘടന രൂപീകരിക്കപ്പെടും. ആ സംഘടന ശക്തമായിട്ട് ഗവൺമെൻറ്റിനെതിരെ പോരാടും. ഇതേ രീതിയിൽ ഇംഗ്ലണ്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ അവർ തന്നെ ചെറിയ ചെറിയ സൊസൈറ്റികൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഈ സൊസൈറ്റികളൊക്കെ തന്നെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാനും തുടങ്ങി. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ദ ഇംഗ്ലീഷ് റാഡിക്കൽസ് വേർ ഓവർജോയ്ഡ് ആൻഡ് ദേ ഓർഗനൈസ്ഡ് റെവല്യൂഷണറി സൊസൈറ്റീസ് ഓൺ ദി ഫ്രഞ്ച് മോഡൽ. ഫ്രാൻസിനെ ബേസ് ചെയ്തുകൊണ്ട് പുതിയ റെവല്യൂഷണറി സൊസൈറ്റികൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ദേ കോൺടാക്റ്റഡ് വിത്ത് ദി ജാക്കോബിൻ ക്ലബ്സ് ഇൻ ഫ്രാൻസ്. ഫ്രാൻസിലുള്ള ഇത്തരം സൊസൈറ്റികളുമായിട്ട് ക്ലബ് ചെയ്തുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും, എങ്ങനെയൊക്കെ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റും, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ, ഒരു ഗീവ് ആൻഡ് ടേക്കിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് ഇംഗ്ലണ്ടിലെ സൊസൈറ്റികൾ തയ്യാറായി. അപ്പോൾ അതും ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ്. ദേ വിഗ് ലീഡേഴ്സ് ലൈക്ക് ഫോക്സ് unreservedly supported the revolutionaries. The popular belief in England was that the French were going to establish a parliamentary form of government. അപ്പോൾ ഇംഗ്ലണ്ടിലുള്ള പല പാർട്ടി പ്രവർത്തകരും, പ്രത്യേകിച്ച് വിഗ് പാർട്ടിയിൽപ്പെട്ട പലരും ഫ്രഞ്ച് റവല്യൂഷനെ ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. എന്തിനു വേണ്ടിയിട്ടാണ്? ഇംഗ്ലണ്ട് ക്രിയേറ്റ് ചെയ്ത പോലെ ഒരു പാർലമെൻ്ററി സിസ്റ്റമാണ് ഫ്രാൻസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ബിഗ് ലീഡേഴ്സ് ആയിട്ടുള്ള ഫോക്സ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഫ്രഞ്ച് റവല്യൂഷൻ ആവശ്യമാണ്, ഫ്രഞ്ച് റവല്യൂഷൻ നടപ്പിലാകേണ്ടതാണ് എന്നുള്ള രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ ഫ്രാൻസിൽ അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചില്ല. ഒരു റവല്യൂഷണറി ചേഞ്ച് അവിടെ ഉണ്ടായില്ല, അല്ലെങ്കിൽ ഒരു പാർലമെൻ്ററി സിസ്റ്റം അവിടെ വന്നില്ല. രാജഭരണം തന്നെയാണ് പിന്നീടും തുടർന്നത്. എന്നിരുന്നാലും ഇംഗ്ലണ്ട് അങ്ങനെ വിശ്വസിച്ചു. അതിൻ്റെ പേരിൽ ഇംഗ്ലണ്ട് പലരും അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തയ്യാറായി. ബട്ട് ദ റെയിൻ ഓഫ് ടെറർ ആൻഡ് ദ കോൺസിക്വൻറ്റ് ബ്ലഡ്ഷെഡ് കോസ്റ്റ് ഗ്രേറ്റ് ഡിസ്ഗസ്റ്റ് ആൻഡ് അലാം ഇൻ ഇംഗ്ലണ്ട്. പക്ഷേ യുദ്ധം വളരെ വയലൻ്റ് ആവാൻ തുടങ്ങി, വളരെ ശക്തമായിട്ടുള്ള രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാവാൻ തുടങ്ങിയപ്പോൾ ഇംഗ്ലണ്ടിന് മനസ്സിലായി ഇത് നല്ല രീതിക്ക് അവസാനിക്കാനുള്ളൊരു യുദ്ധമല്ല, അല്ലെങ്കിൽ ഫ്രാൻസിന് ഇതുകൊണ്ട് ഒരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള ഇംഗ്ലണ്ടിൻ്റെ തിരിച്ചറിവ് ഇംഗ്ലണ്ട് പതിയെ പിന്നാക്കം വലിയാനായിട്ട് തുടങ്ങി. ഇനി ഫ്രാൻസിനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്ന് ഇംഗ്ലണ്ട് തിരിച്ചറിഞ്ഞു. എഡ്മണ്ട് ബർക്ക് wrote in Contamination of the Revolution, shocked by the excesses of the revolutionary, even Wordsworth changed his opinion and began to oppose radicalism. തുടക്കത്തിൽ സപ്പോർട്ട് ചെയ്തിരുന്ന വേർഡ്സ്വർത്തും പിന്മാറി. തുടക്കം മുതലേ യുദ്ധത്തിനെ വിമർശിച്ചിരുന്ന
എഡ്മണ്ട് ബർക്കും ഇതിനെതിരായിട്ട് എഴുതാനായിട്ട് തുടങ്ങി. അപ്പോൾ ഫ്രഞ്ച് റവല്യൂഷനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണം ക്രമാതീതമായിട്ട് കുറഞ്ഞു വരാൻ തുടങ്ങി. ഏതൊരു റവല്യൂഷൻ്റെയും വിജയം എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളാണ്. ഇവിടെ ഫ്രാൻസിലെ ജനങ്ങൾ മാത്രമാണ് റവല്യൂഷനെ സപ്പോർട്ട് ചെയ്യുന്നത്. പുറത്തുനിന്നുള്ള എല്ലാവരുടെ സപ്പോർട്ടും അവർ പിൻവലിക്കാനായിട്ട് തുടങ്ങി. കാരണം അവർ വിചാരിച്ച രീതിയിലല്ല റവല്യൂഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്ന് അവർക്ക് മനസ്സിലാവാനായിട്ട് തുടങ്ങി. അതുകൊണ്ടാണ് വേർഡ്സ്വർത്തൊക്കെ അദ്ദേഹത്തിൻ്റെ പിന്തുണ പിന്നീട് പിൻവലിക്കാനായിട്ട് കാരണമായത്. Edmund Burke wrote in Contamination of the Revolution, his reflections on the revolution in France became the official view of the event, and steps were taken to prevent the spread of revolutionary ideas. എഡ്മണ്ട് ബർക്കിൻ്റെ പുസ്തകം പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും അതിനെ ന്യായീകരിക്കാനായിട്ട് തുടങ്ങി. ശരിയാണ്, ഫ്രഞ്ച് റവല്യൂഷൻ അനാവശ്യമാണ്, ആവശ്യമില്ലാത്ത രക്തച്ചൊരിച്ചിലിന് കാരണമായി എന്നൊക്കെ പറഞ്ഞ് ഫ്രഞ്ച് റവല്യൂഷനെ ഒരുപാട് പേര് വിമർശിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫ്രഞ്ച് റവല്യൂഷൻ്റെ കിട്ടിയിരുന്നൊരു നല്ല ഇമേജ് പെട്ടെന്ന് തന്നെ തകരാനായിട്ട് അത് കാരണമായി. The government adopted a policy of repression in 1790. Habeas Corpus Act was suspended and several radical leaders were exiled. അപ്പോൾ 1790 നിലവിലുണ്ടായിരുന്ന ഹേബിയസ് കോർപ്പസ് ആക്ട് പിൻവലിച്ചു. എന്താ ഹേബിയസ് കോർപ്പസ്? നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ആക്റ്റാണ്. ഒരു വ്യക്തിയെ അകാരണത്താൽ കാണാതാവുകയോ അദ്ദേഹത്തെ ആരെങ്കിലും തടങ്കലിൽ പാർപ്പിക്കുകയോ ചെയ്താൽ അദ്ദേഹത്തെ കോടതിയുടെ മുൻപിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ആരെങ്കിലും സമർപ്പിക്കുന്ന റിട്ടിനെയാണ് ഹേബിയസ് കോർപ്പസ് എന്ന് വിളിക്കുന്നത്. ഈ ആക്ട് പാസ്സാക്കിയ അല്ലെങ്കിൽ ഈ ആക്ട് നിലവിലുണ്ടെങ്കിൽ ഈ റിട്ട് സമർപ്പിച്ചാൽ നമുക്ക് ആരെ വേണമെങ്കിലും കോടതിയുടെ മുൻപിൽ എത്തിക്കാം. അത് പിന്നീട് പോലീസിൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഈ ആക്ട് അവിടെ ഇല്ലാതാക്കി. എന്തിനു വേണ്ടി? പല ജനങ്ങളുടെയും റവല്യൂഷണറി ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് ഇംഗ്ലണ്ടിലെ ഗവൺമെൻറ് 1790 ഹേബിയസ് കോർപ്പസ് ആക്ട് തന്നെ ഇല്ലാണ്ടാക്കി. അപ്പോൾ പിന്നെ ആരെ വേണമെങ്കിലും വിചാരണ കൂടാതെ തടങ്കലിൽ വയ്ക്കാം. ലേബർ പാർട്ടികളുടെ ഉയർന്നുവരവ് ശക്തമായിട്ട് തടയിടാനും പറ്റും. Thus, the rulers of England adopted a reactionary attitude to the French Revolution. As mentioned above, the authorities took several repressive measures. മൂന്നാമത്തേത് നമ്മൾ പറഞ്ഞു ഹേബിയസ് കോർപ്പസ് ആക്ട് പിൻവലിച്ചതാണ്. നാലാമത്തെ പോയിൻ്റാണ് അല്ലെങ്കിൽ ഇമ്പാക്റ്റാണ്. All those who advocated reforms were viewed with suspicion. They were regarded as revolutionaries in disguise. ആരൊക്കെയാണോ മാറ്റങ്ങൾ ആവശ്യപ്പെടുന്നത് അവരെയൊക്കെ റെവല്യൂഷണറിസ്റ്റായിട്ട് അല്ലെങ്കിൽ വിപ്ലവകാരികളായിട്ട് മുദ്ര കുത്താനായിട്ട് തുടങ്ങി. അതാണ് നാലാമത്തെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. In 1795, Act were passed to restrict the liberty of speech and the press. The Combination Act of 1799 and 1800 forbade all association including trade unions. എല്ലാ തരത്തിലും ജനങ്ങളുടെ റവല്യൂഷണറി ആറ്റിറ്റ്യൂഡുകൾക്ക് തടയിടാൻ വേണ്ടിയിട്ട് ഇംഗ്ലണ്ടിൽ ഒരുപാട് നിയമങ്ങൾ പാസ്സാക്കാൻ തുടങ്ങി. 1795 ഒരു ആക്ട് പാസ്സാക്കി. അതിലൂടെ സ്പീച്ച് ആൻഡ് പ്രസ് ലിബർട്ടി ഇല്ലാതാക്കി. 1799 800 കോമ്പിനേഷൻ ആക്ട് പാസ്സാക്കി. അതുവഴി എല്ലാ യൂണിയൻ പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ചു. ഈവൻ ട്രേഡ് യൂണിയൻ പോലും പാടില്ല എന്നുള്ള നിയമത്തിലേക്ക് ഇംഗ്ലണ്ട് കടക്കാനായിട്ടത് കാരണമായി. കാരണം യൂണിയൻ പ്രവർത്തനങ്ങളിലൂടെ ഏതെങ്കിലും സമയത്ത് ഇംഗ്ലണ്ടിലെ ഭരണ സംവിധാനത്തിനെതിരായിട്ട് ജനങ്ങൾ തിരിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ നേരത്തെ കൂട്ടിയൊരു പ്രിക്കോഷൻ എടുത്തു വയ്ക്കുകയാണ് ചെയ്തത്. Owing to the excesses of the revolution, some supporters of constitutional reform became reactionaries. The result of all these was the retardation of the progress
to parliamentary democracy in England. ഇത്തരത്തിൽ റവല്യൂഷനെ അടിച്ചൊതുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർ സ്വീകരിച്ച ഓരോ നടപടികളും ഇംഗ്ലണ്ടിന് ഒരു പാർലമെൻ്ററി ഡെമോക്രസി പ്രോഗ്രസ്സിനെ തടസ്സപ്പെടുത്തുന്നതായിരുന്നു. കാരണം യൂണിയൻ പ്രവർത്തനം പാടില്ല, അസോസിയേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. ഇത്തരത്തിലുള്ള നിയമ സംവിധാനങ്ങളിലൂടെയൊക്കെ ഇംഗ്ലണ്ട് ഒരു പാർലമെൻ്ററി ഡെമോക്രസി ആകുന്നതിന് ഇതൊക്കെ വലിയൊരു തടസ്സമായിട്ട് നിലനിൽക്കാനായിട്ട് തുടങ്ങി. Besides, the intellectual and political effect of the French Revolution and subsequent war created problems in many fields. അഞ്ചാമത്തെ പോയിൻ്റാണ്. അടുത്ത തടസ്സം എന്താണ്, അല്ലെങ്കിൽ അടുത്തൊരു ഇമ്പാക്റ്റ് എന്താണെന്നുള്ളതാണ്. The war caused a financial crisis. സാമ്പത്തിക ഭദ്രതയെ നിലംപരിശാക്കി. ഇംഗ്ലണ്ടിനെയാണ് പറയുന്നത് കേട്ടോ. ഇംഗ്ലണ്ടിൽ വളരെ വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് ക്രിയേറ്റ് ചെയ്യാൻ കാരണമായി. ദ വാല്യൂ ഓഫ് ദ മണി ഫെൽ ആൻഡ് പ്രൈസ് റോസ്. പൈസയുടെ വാല്യൂ കുറയാൻ തുടങ്ങി. ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും? മണി വാല്യൂ കുറഞ്ഞാൽ അപ്പുറത്ത് പ്രൈസ് ഹൈക്ക് ഉണ്ടാവും. കാരണം $1 70 കിട്ടുന്നിടത്ത് $1 75 ഇന്ത്യയിലെ ഒരു പ്രോഡക്റ്റിൻ്റെ വില 70 ആണെങ്കിൽ, അല്ലെങ്കിൽ $1 ആണെങ്കിൽ അത് പിന്നീട് 75 കൊടുക്കേണ്ട ആവശ്യം വരും. ഇതേ സിസ്റ്റം തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. മണി വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പ്രൈസ് ഇൻക്രീസ് ഉണ്ടാവും. എങ്ങനെയാണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. $1 ഇന്ത്യയിൽ വിൽക്കുന്ന ഒരു സാധനം, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പുസ്തകം $1 ഇന്ത്യയിൽ അതിൻ്റെ വില. അപ്പോൾ ഇന്ത്യക്കാരൻ എന്ത് ചെയ്യും? 70 രൂപയാണ് ഡോളറിൻ്റെ മൂല്യമെങ്കിൽ 70 രൂപ കൊടുത്ത് ആ പുസ്തകം മേടിക്കും. നാളെ ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം ഇടിഞ്ഞു, $1 75 കൊടുക്കണം എന്നുള്ള അവസ്ഥയായാൽ അയാൾ ആ പുസ്തകം മേടിക്കണമെങ്കിൽ എത്ര കൊടുക്കണം? 75 കൊടുക്കണം. സോ മണി വാല്യൂവിൽ വരുന്ന മാറ്റം പ്രൈസ് ഇൻക്രീസിന് കാരണമായിട്ട് തീർന്നു. അപ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് അവിടെ ഉണ്ടായി എന്നുള്ളതാണ് 5th പോയിന്റ് എന്ന് പറയുന്നത്. ദെൻ ദ പ്രൊലോങ്ഡ് വാർ of 20 years increased the national debt. It also increased tax burden of the people. ആറാമത്തെ മാറ്റം അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ്, ഇംഗ്ലണ്ടിൻ്റെ രാജ്യത്തിന് മൊത്തം ഉണ്ടാകുന്ന കടമുണ്ട്, ബാധ്യത. ഈ കടം ഉയരാനായിട്ട് ഇത് കാരണമായി. കാരണം 20 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഫ്രാൻസ് സ്വതന്ത്രയാവാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു നാഷണൽ റിപ്പബ്ലിക് ആവാൻ ശ്രമിക്കുമ്പോൾ അതിന് തടയിടാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടൻ നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിന് വലിയൊരു മുതൽ മുടക്ക് ആവശ്യമാണ്. അപ്പോൾ ആ മുതൽ മുടക്കിന് ഇംഗ്ലണ്ട് വലിയ രീതിയിൽ കടം മേടിക്കേണ്ട ആവശ്യം ഇംഗ്ലണ്ടിൽ ഉണ്ടാവുകയാണ്. ഒരു രാജ്യത്തിന് കടം കൂടിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും? പിന്നെ ആകെ കൂടി അത് ജനങ്ങളിൽ നിന്ന് ഈടാക്കാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ടാക്സ് കളക്ഷനാണ്. അപ്പോൾ കൂടുതലായിട്ടുള്ള ടാക്സ് ബേർഡൻസ് ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരത്തിലുള്ള പുതിയ പുതിയ ടാക്സുകൾ ഇംഗ്ലണ്ടിൽ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. നിങ്ങൾ മനസ്സിലാക്കുക, ഫ്രാൻസിൽ യുദ്ധം നടന്നതിൻ്റെ പേരിൽ ഇംഗ്ലണ്ടിലെ ജനങ്ങൾ ടാക്സ് കൂടുതലായിട്ട് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഒരു മോശമായിട്ടുള്ള ഫിനാൻഷ്യൽ അവസ്ഥയെ ചൂണ്ടിക്കാണിക്കുകയാണ്. 6th one, the shortage of food caused by the war increased the hardship of the masses. അടുത്ത പ്രശ്നം, ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ ആ യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രാജ്യങ്ങളിൽ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ കുറയാനായിട്ട് കാരണമാവും. അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ഉണ്ടാകുന്നത് ഗണ്യമായിട്ട് കുറയാൻ തുടങ്ങും. പ്രൊഡക്ഷൻ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? സപ്ലൈ കുറയും. പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ സപ്ലൈ കുറയും. സപ്ലൈ കുറഞ്ഞാൽ ഡിമാൻഡ് ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യും. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയും സപ്ലൈ കുറയുകയും ചെയ്താൽ പ്രൈസിന് എന്ത് സംഭവിക്കും? പ്രൈസ് ഇൻക്രീസ് ചെയ്യും. ഇറ്റ്സ് ബേസിക് എക്കണോമിക്സ്. ഡിമാൻഡ് കൂടുതലും സപ്ലൈ കുറവും, ആവശ്യക്കാരൻ കൂടുതലും പ്രോഡക്റ്റിൻ്റെ ലഭ്യത കുറവും. അപ്പോൾ എന്ത് സംഭവിക്കും? പ്രൈസ് ഹൈക്ക് ചെയ്യും. എന്നാൽ മാത്രമേ അതിന് ഈക്വിലിബ്രിയത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ പ്രൈസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുകയും ഒപ്പം തന്നെ അഗ്രികൾച്ചറിൽ വന്ന ഈ ലോസിനെ
മറികടക്കാൻ പുതിയ മാർഗം കണ്ടെത്തേണ്ടതായിട്ട് വന്നു. ടു എൻകറേജ് ഹോം പ്രൊഡക്ഷൻ, the Corn Law was passed in 1815 forbidding the importation of corn. അപ്പോൾ കോണിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇംഗ്ലണ്ടിൽ ഒരു കോൺ ലോ പാസ്സാക്കി. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർബിഡിങ് ദ ഇമ്പോർട്ടേഷൻ ഓഫ് കോൺ. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കോൺ കൃഷി ചെയ്ത് ഇംഗ്ലണ്ടിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിന് തടയിടുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇറക്കുമതി പൂർണ്ണമായിട്ടും തടഞ്ഞു വെച്ചു. അപ്പോൾ എന്ത് സംഭവിക്കും? സപ്ലൈ പൂർണ്ണമായിട്ടും കട്ടാവും. അപ്പോൾ ഇംഗ്ലണ്ടിലെ ജനങ്ങൾ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കോൺ അവരുടെ നാട്ടിൽ തന്നെ പ്രൊഡക്ഷൻ നടത്താനായിട്ട് തീരുമാനിക്കും. അപ്പോൾ സ്വയം പര്യാപ്തത കൈവരിക്കാനും ഒപ്പം തന്നെ സ്വന്തം നാട്ടിൽ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് 1815 കോൺ ലോ പാസ്സാക്കുന്നത്. ഈ കോൺ ലോയിലൂടെ അവർ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് വിദേശത്തു നിന്നും കോണിൻ്റെ ഇമ്പോർട്ടേഷൻ നിർത്തിവെച്ചുകൊണ്ട് സ്വന്തം രാജ്യത്ത് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് ഇംഗ്ലണ്ട് ഇതിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ 7 മാറ്റങ്ങളാണ് ഇംഗ്ലണ്ടിൽ ഫ്രഞ്ച് റവല്യൂഷൻ മൂലമുണ്ടായത്. ആ മാറ്റങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു തോമസ് പെയിൻ എന്ന വ്യക്തി അദ്ദേഹം ഉണ്ടാക്കിയ മാറ്റം എന്താണെന്നും അദ്ദേഹം എങ്ങനെയാണ് ലിറ്ററേച്ചറിൽ വളരെ വലിയൊരു കോൺട്രിബ്യൂഷൻ കൊടുത്തത് എന്നുള്ളതാണ് നമ്മളിനി അടുത്ത ഭാഗത്തിൽ കാണാനായിട്ട് പോകുന്നു. തോമസ് പെയിൻ നമ്മൾ ഓൾറെഡി ഫ്രഞ്ച് റവല്യൂഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ കുറേ റൈറ്റേഴ്സിൻ്റെ പേര് പറഞ്ഞു. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് തോമസ് പെയിൻ. കാരണം ബാക്കി എല്ലാവരും ഫ്രഞ്ച് റവല്യൂഷൻ്റെ മോശം വശങ്ങളെ അല്ലെങ്കിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചപ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെയും ഫ്രഞ്ച് റവല്യൂഷനെ സപ്പോർട്ട് ചെയ്ത ഏക വ്യക്തിയാണ് തോമസ് പെയിൻ. ഒരുപക്ഷെ എഡ്മണ്ട് ബർക്ക് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെ നിശിതമായിട്ട് ഫ്രഞ്ച് റവല്യൂഷനെ വിമർശിച്ചപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പുസ്തകം എഴുതാനും തൊട്ടുപിറ്റത്തെ വർഷം തന്നെ അത് പ്രസിദ്ധീകരിക്കാനും തയ്യാറായ വ്യക്തിയാണ് തോമസ് പെയിൻ. Tom Paine was born of poor Quaker parents in England. Though he was not college educated, Paine earned fame as a radical writer and political theorist. കോളേജ് വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം ഒന്നും നേടാൻ സാധിച്ചില്ലെങ്കിലും അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ തിയറിസ്റ്റായി ഒപ്പം തന്നെ സ്വതന്ത്ര ചിന്തകനായിട്ട് മാറാൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു. അതാണ് അദ്ദേഹത്തെ പ്രശസ്തനാക്കിയത്. In 1774 he reached America in his 37th year with a mind rich with progressive ideas and rationalistic thinking. പുരോഗമനപരമായിട്ടുള്ള ചിന്താഗതിയുമായിട്ട് അദ്ദേഹം അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാണ്. ഇംഗ്ലണ്ടിൽ ജനിച്ച വ്യക്തിയാണ്. 37ാമത്തെ വയസ്സിൽ അദ്ദേഹം അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാണ്. കാരണം അമേരിക്ക അനുഭവിക്കുന്ന ദുരിതം, അമേരിക്കയിൽ നടക്കുന്ന കോളനിവൽക്കരണം, ഇതിനൊക്കെ എതിരെ ശബ്ദമുയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 1774 ഹിസ് ഇൻഫ്ലുവൻഷ്യൽ പാംലെറ്റ്, ഓർത്തു വയ്ക്കുക, പാംലെറ്റ് എന്ന് വെച്ചാൽ ലഘുലേഖ എന്നൊക്കെയാണ് അതിനർത്ഥം വരുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ ചെയ്തിരുന്നൊരു പ്രത്യേക പ്രവർത്തനമാണ് ലഘുലേഖകൾ തയ്യാറാക്കി ആളുകൾക്ക് വിതരണം ചെയ്യുക. അതിലൂടെ ആളുകളെ പ്രചോദിപ്പിക്കുക. എന്തിനു വേണ്ടിയിട്ട്? സമരത്തിന് വേണ്ടിയിട്ടും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടും അവരെ ഉദ്ദീപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം പാംലെറ്റുകൾ എഴുതുന്നത്. അങ്ങനെ അദ്ദേഹം എഴുതിയ ഏറ്റവും പ്രധാനപ്പെട്ട പാംലെറ്റാണ് കോമൺ സെൻസ്. 1776 1776 അദ്ദേഹം കോമൺ സെൻസ് എന്ന പേരിൽ ഒരു പാംലെറ്റ് ക്രിയേറ്റ് ചെയ്ത് ആളുകൾക്ക് വിതരണം ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. The colonist to struggle against the imperial mother country. He played a signal role in the establishment of American nation. അപ്പം അന്ന് അമേരിക്കയിലെ ജനങ്ങൾ ഇംഗ്ലണ്ടിൽ നിന്ന് അനുഭവിക്കുന്ന പീഡനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഈ കോമൺ സെൻസ് എന്ന പുസ്തകം ക്രിയേറ്റ് ചെയ്യുന്നതും അതിൻ്റെ ഭാഗമായിട്ട് അമേരിക്കൻ റവല്യൂഷന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് പ്രവർത്തിക്കുകയും അമേരിക്ക എന്നൊരു രാജ്യം ക്രിയേറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹം മുൻപിൽ നിന്ന് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. He was the first to use the word United States of America in one of his articles. Being a radical,
Paine was overjoyed at the outbreak of the French Revolution and he rushed to Paris. അപ്പോൾ അമേരിക്കയിലെ റവല്യൂഷൻ നടത്തി, അതൊരു വിജയമായി, അമേരിക്ക ഒരു റിപ്പബ്ലിക്കൻ രാജ്യമായിട്ട് മാറിയതിനു ശേഷം അദ്ദേഹം ഫ്രഞ്ച് റവല്യൂഷൻ പൊട്ടിപ്പുറപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പാരീസിലേക്ക് താമസം മാറ്റുകയാണ്. അതുവരെ അമേരിക്കയിൽ നിന്നിരുന്ന വ്യക്തി അമേരിക്കൻ റവല്യൂഷൻ അവസാനിക്കുമ്പോൾ നേരെ ഫ്രഞ്ച് റവല്യൂഷനിലേക്ക് കടന്നു വരികയാണ്, അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. ബട്ട് ഹിസ് ഫോർമർ റാഡിക്കൽ ഫ്രണ്ട് എഡ്മണ്ട് ബർക്ക് റോട്ട് എ ബുക്ക്, റിഫ്ലക്ഷൻസ് ഓൺ ദി ഫ്രഞ്ച് റവല്യൂഷൻ ഇൻ ഫ്രാൻസ്, condemning the French event as it became too bloody. To counter the arguments of Burke, Paine wrote his famous book Rights of Man in 1791. അപ്പോൾ എഡ്മണ്ട് ബർക്ക് ക്രിട്ടിസൈസ് ചെയ്തപ്പോൾ തോമസ് പെയിൻ അതിനെ ന്യായീകരിച്ചുകൊണ്ട് പുസ്തകം ക്രിയേറ്റ് ചെയ്യാൻ തയ്യാറായി. അപ്പോൾ എഡ്മണ്ട് ബർക്ക് വിമർശിച്ച പുസ്തകത്തിൻ്റെ പേര് റിഫ്ലക്ഷൻസ് ഓഫ് ദി ഫ്രഞ്ച് ഇവൻറ്റ്സ് എന്നുള്ള പുസ്തകമാണെങ്കിൽ ഇവിടെ റൈറ്റ്സ് ഓഫ് മാൻ എന്ന പേരിൽ ഇദ്ദേഹം അതിന് മറുപടി കൊടുത്തു. അക്കോർഡിംഗ് ടു പെയിൻ, മൊണാർക്കി ഡിസർവ് ടു ബി അബോളിഷ്ഡ് ആൻഡ് ഹെറിഡിറ്ററി പ്രിൻസിപ്പിൾ ഈസ് അബ്സേർഡ്. തോമസ് പെയിൻ പറയാണ്, മൊണാർക്കി എന്ന് പറയുന്നത്, രാജഭരണം എന്ന് പറയുന്നത് അവസാനിക്കപ്പെടേണ്ട ഒന്നാണ്. പിന്നെ അച്ഛനിൽ നിന്ന് മക്കളിലേക്ക് കൈവശാവകാശം കൊടുക്കുന്ന രാജഭരണ രീതി അവസാനിക്കപ്പെടേണ്ടതാണ്. ഹെറിഡിറ്ററി സക്സഷൻ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടിരുന്നത്. ഇൻ അഡീഷൻ ടു സച്ച് റീസണബിൾ ആർഗ്യുമെൻറ്റ്സ്, ഹി സെറ്റ് ഫോർത്ത് സോഷ്യൽ വെൽഫെയർ മെഷേഴ്സ് ലൈക്ക് എഡ്യൂക്കേഷൻ ഗ്രാൻഡ് ഫോർ ചിൽഡ്രൻ, മെറ്റേണിറ്റി ഗ്രാൻഡ്സ്, പെൻഷൻ അറ്റ് 60 ആൻഡ് ദ ലൈക്ക് ഫിനാൻസ്ഡ് ബൈ പ്രോഗ്രസീവ് ലാൻഡ് ടാക്സ്. അദ്ദേഹത്തിൻ്റെ വലിയ വലിയ ചിന്തകളാണ് ഈ പറയുന്ന ഗ്രാൻഡ് ഫോർ ചിൽഡ്രൻ. എന്തിനു വേണ്ടി? എഡ്യൂക്കേഷന് ഗ്രാൻഡ് അനുവദിക്കുക. മെറ്റേണിറ്റി ഗ്രാൻഡ്സ്, ജന്മം കൊടുക്കാൻ തയ്യാറാകുന്ന സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള മെറ്റേണിറ്റി ഗ്രാൻഡ്സ്. 60 വയസ്സ് കഴിഞ്ഞവർക്ക് പിന്നെ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല, അവർക്ക് പെൻഷൻ സ്കീം. ഇതൊക്കെ ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുന്ന പല പദ്ധതികളും അന്ന് തോമസ് പെയിൻ മുന്നോട്ട് വെച്ച ആശയങ്ങളാണ്. അതിനെന്താണ് മാർഗം എന്നുള്ളതും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ലാൻഡ് ടാക്സ് കൃത്യമായിട്ട് പിരിച്ചെടുക്കുക, അതിലൂടെ ഇത്തരം പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. അനദർ റിമാർക്കബിൾ ബുക്ക് ഓഫ് പെയിൻ വാസ് ഹിസ് ഏജ് ഓഫ് റീസൺ ഇൻ 1794. ഓർത്തു വയ്ക്കുക, ഏജ് ഓഫ് റീസൺ 1794. എ തോട്ട് പ്രൊവോക്കിംഗ് ക്രിറ്റിസിസം ഓഫ് ദി ബൈബിൾ. ബൈബിളിനെ വിമർശിച്ചുകൊണ്ട് എഴുതിയതാണ്. റീസൺ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, ഏജ് ഓഫ് റീസൺ. റീസണിങ് എന്താ? ചോദ്യം, അതിനുള്ള ഉത്തരം, അത് കണ്ടെത്തുന്ന രീതിയാണ്. ബൈബിളിൽ എപ്പോഴും എല്ലാത്തിൻ്റെയും അവസാന ഉത്തരം ദൈവം എന്നായിരിക്കും. പക്ഷെ തോമസ് പെയിൻ ചോദിക്കുകയാണ്, എല്ലാത്തിനും ഉത്തരം ദൈവം എന്ന് പറയുന്നതിന് പകരം എന്താണ് അതിൻ്റെ കാരണമെന്ന് കണ്ടെത്താൻ തീരുമാനിക്കണം. ഈ പുസ്തകം വളരെ വലിയ വിവാദമുണ്ടാക്കിയ പുസ്തകമാണ്. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിരുന്ന പലരും അദ്ദേഹത്തെ വെറുക്കാനായിട്ട് കാരണമായി തീർന്നു ഈ പുസ്തകം മൂലം. By this he earned more enemies than friends in England and America. In France, he incurred the displeasure of the extreme revolutionaries like Robespierre by arguing against the execution of Louis XVI. According to Paine, the institution is the enemy, not individual. അദ്ദേഹം ലൂയിസ് 16 കൊലപ്പെടുത്തിയതിന് അല്ലെങ്കിൽ കൊന്നുകളയാൻ തീരുമാനിച്ച ഫ്രഞ്ച് റവല്യൂഷണറീസിൻ്റെ തീരുമാനത്തെ അദ്ദേഹം അങ്ങേയറ്റം അപലപിച്ചു. കാരണം അത് മോശമായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറയുന്നു, മൊണാർക്കി എന്ന സംവിധാനമാണ് ഇല്ലാണ്ടാവേണ്ടത്, അല്ലാതെ ലൂയിസ് 16 എന്നൊരു വ്യക്തി ഇല്ലാതായിട്ട് ഇവിടെ പ്രത്യേകിച്ച് പ്രസക്തിയില്ല. അതാണ് അദ്ദേഹം പറയുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ദി എനിമി, നോട്ട് ദി ഇൻഡിവിജ്വൽ. വ്യക്തിക്കല്ല ഇവിടെ പ്രാധാന്യം, എന്താണ് നിലനിൽക്കുന്ന സമ്പ്രദായം അതാണ് മാറ്റപ്പെടേണ്ടത്. He was a man born far ahead of his time, therefore very few to understand and appreciate him. Thus, citizen of the world passed unmourned in US in 1909. 1809 അദ്ദേഹം ഈ ലോകവാസം വെടിഞ്ഞു.
പക്ഷെ അദ്ദേഹത്തെ കണക്കാക്കുന്നത് കാലത്തിന് മുൻപേ സഞ്ചരിച്ച വ്യക്തി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് ഇമ്പാക്റ്റ് ഓഫ് ദി ഫ്രഞ്ച് ഇവൻറ്റ്സ് ആണ്. 3 കാലഘട്ടം: ദ ഡോക്ട്രിനൽ ഫേസ്, ഏജ് ഓഫ് റൂസോ; പൊളിറ്റിക്കൽ ഫേസ്, ഏജ് ഓഫ് റോബർട്ട്സ്പിയർ ആൻഡ് ഡാന്റൺ; തേർഡ് മിലിറ്ററി ഫേസ്, ദ ഏജ് ഓഫ് നെപ്പോളിയൻ. ഒന്നാമത്തെ റിസൾട്ട് എന്ന് പറയുന്നത് റിട്ടേൺ ടു നേച്ചർ എന്നുള്ള അവരുടെ ഐഡിയോളജി ഒരുപാട് ഇംഗ്ലീഷ് റൈറ്റേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തു. ടൈലർ, കോൾറിഡ്ജ്, ഷെല്ലി, അതുപോലെ തന്നെ വേർഡ്സ്വർത്ത്, എഡ്മണ്ട് ബർക്ക്, തോമസ് പെയിൻ തുടങ്ങി ഒരുപാട് റൈറ്റേഴ്സിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്തു. ഭൂരിഭാഗം പേരും എതിർത്തപ്പോൾ തോമസ് പെയിൻ മാത്രം അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പുസ്തകം എഴുതി. പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിരുന്നു, ശ്രദ്ധിക്കുക. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് റാഡിക്കൽസ് വെർ ഓവർജോയ്ഡ്. ദേ ഓർഗനൈസ്ഡ് റെവല്യൂഷണറി സൊസൈറ്റീസ് ഓൺ ദി ഫ്രഞ്ച് മോഡൽ. തങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കെതിരായിട്ട് സമൂഹം തന്നെ സ്വയം ചില സൊസൈറ്റികൾ രൂപീകരിക്കാനായിട്ട് തയ്യാറായതാണ് രണ്ടാമത്തെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. തേർഡ് വൺ, ഹേബിയസ് കോർപ്പസ് ആക്ട് വാസ് സസ്പെൻഡഡ് ആൻഡ് ദ റെവല്യൂഷണറി ലീഡേഴ്സ് വെർ എക്സൈൽ. ഹേബിയസ് കോർപ്പസ് ആക്ട് പുറത്താക്കിക്കൊണ്ട് അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരുപാട് റെവല്യൂഷണറി ആക്ടിവിറ്റീസ് നടത്തിയിരുന്ന ആൾക്കാരെ കാണാതാവുകയും അവരെ വിചാരണ തടവുകാരായിട്ട് വിത്തൗട്ട് ട്രയൽ അവരെ അടച്ചിടുകയും ചെയ്ത ഒരു സാഹചര്യം ഇംഗ്ലണ്ടിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഫോർത്ത് വൺ, ദോസ് ഹൂ അഡ്വക്കേറ്റഡ് റീഫോംസ് ദേ വെർ വ്യൂഡ് വിത്ത് സസ്പീഷ്യൻ. ആരൊക്കെയാണോ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നത് അവരൊക്കെ കുറ്റവാളികളായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നു. പിന്നെ ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ഒരുപാട് മാറ്റങ്ങൾ അതിനു വേണ്ടിയിട്ട് ഒരുപാട് ലോസ് കൊണ്ടുവന്നു. 1795, 99, 1800 പുതിയ ലോസ് പാസ്സാക്കി. ഫിഫ്ത്ത് വൺ ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ്. സിക്സ്ത് പോയിൻ്റ് എന്ന് പറയുന്നത് നാഷണൽ ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്തു എന്നുള്ളതാണ്. ആൻഡ് ദ ലാസ്റ്റ് പോയിൻ്റ്, ഷോർട്ടേജ് ഓഫ് ഫുഡ് കോസ്റ്റ് ടു ഇൻക്രീസ് ദ ഹാർഡ്ഷിപ്പ് ഓഫ് ദി മാസസ്. ജനങ്ങൾക്ക് ഫുഡ് സപ്ലൈ ലഭിക്കാത്തൊരു സാഹചര്യം ഇംഗ്ലണ്ടിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. തോമസ് പെയിനെ കുറിച്ചിട്ടാണ് പിന്നീട് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാംലെറ്റ് 1776 കോമൺ സെൻസും 1791 റൈറ്റ്സ് ഓഫ് മാൻ എന്ന് പറയുന്ന പുസ്തകം ഫ്രഞ്ച് റവല്യൂഷനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എഡ്മണ്ട് ബർക്കിന് അദ്ദേഹം കൊടുത്ത മറുപടിയാണ്. 1794 അദ്ദേഹം ബൈബിളിനെ ചോദ്യം ചെയ്തുകൊണ്ട് എഴുതിയ ഏജ് ഓഫ് റീസൺ എന്ന പുസ്തകം അദ്ദേഹത്തിന് ഫ്രണ്ട്സിനേക്കാൾ ഉപരി ഒരുപാട് ശത്രുക്കളെയാണ് സമ്മാനിച്ചത്. അപ്പോൾ ഇത്രയുമാണ് തോമസ് പെയിനെ കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. 1809 അദ്ദേഹം ഈ ലോക ജീവിതം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു തോന്നലുണ്ടാവും. അദ്ദേഹം മരിക്കാനായിട്ട് ഇടയായി. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ഒരുങ്ങുക, ഒപ്പം സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക. ലെറ്റ്സ് ബ്രേക്ക് ദ ചെയിൻ. താങ്ക് യു.